മുംബൈ അടക്കമുള്ള മഹാരാഷ്ട്രയിലെ 29 കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. രാവിലെ 10 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 2.5 പതിറ്റാണ്ടായി ശിവസേനയുടെയും താക്കറെ കുടുംബത്തിന്റെയും നിയന്ത്രണത്തിലുള്ള മുംബൈയുടെ ഭരണം ഇത്തവണ BJPയും ഷിൻഡെ പക്ഷവും പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയും ഒക്കെ കാണുന്ന തെരഞ്ഞെടുപ്പാണ്. ആര് പിടിക്കും ഭരണം? കൃഷിന ഏതാണ്ട് 10 മണിയോടെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിക്കും. നമുക്കറിയാം, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ BJP സഖ്യത്തിന് വലിയ ഒരു ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. 227 വാർഡുകളാണ് മുംബൈ കോർപ്പറേഷനിലുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരത്തേക്ക് കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു വലിയൊരു കോർപ്പറേഷനാണ് മുംബൈ. 75,000 കോടി രൂപ വാർഷിക ബജറ്റുള്ള ഒരു വലിയ കോർപ്പറേഷൻ. അവിടെ ഏതാണ്ട് 130-ലേറെ സീറ്റുകൾ BJP സഖ്യം നേടും എന്നതാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരു എക്സിറ്റ് പോൾ ഫലവും മറിച്ച് ഉദ്ധവ് വിഭാഗത്തിന്, താക്കറെ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു മേൽക്കൈ പ്രവചിക്കുന്നില്ല. എല്ലാവരും താക്കറെ സഹോദരന്മാർക്ക് പരമാവധി 60-68 സീറ്റ് വരെ മാത്രമേ പ്രവചിക്കുന്നുള്ളൂ. അതുകൊണ്ട് BJP ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം ഈ വോട്ടെണ്ണലിന് തൊട്ട് മുൻപുമുണ്ട്. നമ്മളിപ്പോൾ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കുള്ള യാത്രയിൽ കൂടിയാണ്. ഏതായാലും മറുവശത്ത് ഈ പ്രതിപക്ഷം വലിയ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച ഇന്നിപ്പോൾ പകലും നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ വോട്ടിംഗ് കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളുടെ വിരലിലുള്ള മഷി അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നത്, അതായത് ഒരു സാനിറ്റൈസറോ മറ്റോ ഉപയോഗിച്ചാൽ പോലും അത് മാഞ്ഞു പോകുന്ന തരത്തിലാണ് എന്ന ഗുരുതരമായൊരു ആരോപണം തുടക്കത്തിൽ ആം ആദ്മി പാർട്ടിയാണ് ഉന്നയിച്ചത്. പിന്നീട് സച്ചിൻ സാവന്തിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ സമാനമായ ഒരു സാഹചര്യം അവർ വീഡിയോ സഹിതം ചിത്രീകരിച്ച് അത് പുറത്തേക്ക് ഈ ദൃശ്യം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിമറി ഇതിലില്ല, ഞങ്ങൾ 2011 മുതൽ ഉപയോഗിക്കുന്ന അതേ മഷി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുമുണ്ട്. മാത്രമല്ല, മാർക്കർ പെന്നാണ് ഇത്തവണ ഉപയോഗിച്ചത്, പക്ഷേ അതിനുള്ളിലെ മഷി അത് പഴയ മഷി തന്നെയാണ് എന്നൊരു ന്യായവാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അപ്പോഴും ഈ ദൃശ്യങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട്. മാത്രമല്ല, ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശോഭ കളയുന്ന തരത്തിൽ മറ്റു പല വിവാദങ്ങളും ഇന്നലത്തെ ദിവസം ഉണ്ടായതാണ്. അവിടെ മന്ത്രിയായ ഗണേഷ് നായിക്കിന് പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം സാധാരണ വോട്ട് ചെയ്ത ബൂത്തിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് വോട്ടില്ല. മറ്റ് പല ബൂത്തുകളിലും പോയി അന്വേഷിച്ച് ഒരു മന്ത്രിക്ക് പോലും കറങ്ങി നടക്കേണ്ട അവസ്ഥ കണ്ടു. പല ആളുകൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാഴ്ച കണ്ടു. നവി മുംബൈയിൽ നോട്ടൊക്കെ ചെയ്യുന്ന വോട്ട് BJPക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ മെഷീൻ പിന്നീട് പരാതിയെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു. പൂനെയിൽ ഈ മഷി മായ്ച്ചു കളയുന്ന ഒരു BJP പ്രവർത്തകൻ NCP പ്രവർത്തകർ പിടികൂടുകയും അത് സുപ്രിയ സുലെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉയർന്നതാണ്. ഏതായാലും ഇന്നിപ്പോൾ വോട്ടെണ്ണലിന്റെ സമയമാണ്. 23 കൗണ്ടിംഗ് സെന്ററുകളാണ് മുംബൈയിൽ ആകെയുള്ളത്. 10 മണിയോടെ ഈ കൗണ്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.